Hi, this is the third part of our topic parallel lines. Fourth question. 3 questions regarding this topic was discussed in the previous videos. So here the fourth question is, in the figure below, PQ parallel to RS, angle AEF is equal to 95 degree. Angle BHS is equal to 110 degree. Find angle ABC. തന്നിട്ടുള്ള ഫിഗറിൽ പി ക്യു ആർ എസിന് പാരലൽ ആണ് അഥവാ സമാന്തരമാണ്. എ ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിള് 95 ഡിഗ്രിയാണ്. ബി എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിള് 110 ഡിഗ്രിയുമാണ്. ഇവിടെ കാണേണ്ടത് ആംഗിൾ എ ബി സി ആണ്. ഇനി ആൻസറിലേക്ക് കടക്കാം. ആംഗിൾ എ ഇ എഫ് ഇസ് ഈക്വൽ ടു 95 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. ആംഗിൾ എ ഇ എഫും ആംഗിൾ ജി ഇ എഫും ലീനിയർ പെയർസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. എങ്കിൽ ആംഗിൾ ജി ഇ എഫ് ഈസ് ഈക്വൽ ടു 85 ഡിഗ്രി. 95 plus 85 is equal to 180 degree. Angle GEF and angle BGH are corresponding angles. GEF എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളും BGH എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആയതിനാൽ ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ GEF is equal to ആംഗിൾ BGH. ആംഗിൾ ബി എച്ച് എസും ജി എച്ച് ബിയും ലീനിയർ പെയർസ് ആണ്. ലീനിയർ പെയർസ് ആയതുകൊണ്ട് അവയുടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ആംഗിൾ ബി എച്ച് എസ് 110 തന്നിട്ടുണ്ട്, ഗിവൺ ആണ്. അതിൽ നിന്നും ആംഗിൾ ജി എച്ച് ബി നമുക്ക് കണ്ടുപിടിക്കാം. ജി എച്ച് ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് 110 ഡിഗ്രി. ആംഗിൾ ജി എച്ച് ബി ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ ജി എച്ച് ബി 70 ഡിഗ്രി ആണെന്ന് കിട്ടും. റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളില് രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 85ഉം 70യും. അതിൽ 3 ആംഗിൾസ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് 3 ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. So angle GBH is equal to 180 minus 155 is equal to 25 degree. Angle ABC 25 degree ആയിരിക്കും. കാരണം ആംഗിൾ GBH എന്ന് പറഞ്ഞാലും ആംഗിൾ ABC എന്ന് പറഞ്ഞാലും സെയിം ആംഗിൾ ആണ്. നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യനും അതായിരുന്നു, ആംഗിൾ ഫൈൻഡ് ആംഗിൾ ABC എന്നായിരുന്നു ക്വസ്റ്റ്യന്. ഇത് ആൻസർ ആംഗിൾ ABC is equal to 25 degree. Next question, question number 5. In the figure below, AB parallel to CD, angle BAP is equal to 132 degree, angle APC is equal to 148 degree. Find angle DCQ. തന്നിട്ടുള്ള ഫിഗറിൽ ABCDക്ക് പാരലൽ ആണ്. BAP എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിള് 132 ഡിഗ്രിയും APC എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിള് 148 ഡിഗ്രിയുമാണ്. നമുക്ക് കാണേണ്ടത് ഡി സി ക്യു എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾ ആണ്. ആ താഴെ കാണുന്ന ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ ഡി സി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എ പി എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിനെ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ് അഥവാ നീട്ടി വരയ്ക്കുകയാണ്. അതേപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിനെ ലെഫ്റ്റ് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സെന്ററിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. എ പി സി എന്ന് പറയുന്ന ആംഗിളും സി പി ആർ എന്ന് പറയുന്ന ആംഗിളും ലീനിയർ പെയർസ് ആണ്. ആയതുകൊണ്ട് അതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ പി സി 148 ഡിഗ്രി ആണെന്ന് നേരത്തെ അറിയാം.
ആംഗിൾ CPR കാണണമെങ്കിൽ 180ൽ നിന്നും ആ 148 മൈനസ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് 32 ഡിഗ്രി. CPR എന്ന് പറയുന്ന ആംഗിള് 32 ഡിഗ്രി നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണ്. BAP എന്ന് പറയുന്ന ആംഗിളും CRS എന്ന് പറയുന്ന ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കാരണം AB എന്ന ലൈനും CD എന്ന ലൈനും പാരലൽ ലൈൻസ് ആയിരുന്നു. AB എന്ന ലൈനെയും CD എന്ന ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമുക്ക് അത് RD ആയിട്ട് മാറിയിട്ടുണ്ട്. ABയെയും RD എന്ന് പറയുന്ന ലൈനെയും കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്വേഴ്സൽ ലൈനാണ് അവിടെ AS എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ ലൈന്. ആ ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് എബിക്ക് താഴെയും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുമായിട്ട് വരുന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ BAP. അത് 132 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ RD എന്ന് പറയുന്ന ലൈനിന് റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ അതിന് താഴെയുമായിട്ട് വരുന്ന ആംഗിൾ ആണ് 132 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ CRS. അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും 132 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ആംഗിൾ CRS is equal to 132 ഡിഗ്രി എന്ന് കിട്ടും. CRS എന്ന് പറയുന്ന ആംഗിളും PRC എന്ന് പറയുന്ന ആംഗിളും ലീനിയർ പെയർസ് ആണ്. ലീനിയർ പെയർസ് ആയതുകൊണ്ട് അത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. CRS നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ് 132 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ആംഗിൾ PRC എന്ന് പറഞ്ഞാൽ 180 നിന്ന് 132 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 48 ഡിഗ്രി കിട്ടും. ആംഗിൾ PRC is equal to 48 ഡിഗ്രി. AP എന്ന് പറയുന്ന ലൈനും CD എന്ന് പറയുന്ന ലൈനും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ട്രയാങ്കിളില് രണ്ട് ആംഗിൾസ് മുന്നേ നമുക്ക് ലഭിച്ചു. 32 ഡിഗ്രിയും 48 ഡിഗ്രിയും. The sum of three angles in a triangle is 180 degree. Angle PRC plus angle CPR plus angle PCR is equal to 180 degree. 48ഉം 32ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി കിട്ടും. ഇതിൽ നിന്നും ആംഗിൾ PCR കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ ടോട്ടൽ സം ആയിട്ടുള്ള 180ൽ നിന്ന് 80 മൈനസ് ചെയ്യണം. 180 minus 80 is equal to 100 degree. Angle PCR is equal to 100 degree. This is the last step of fifth question. PCR എന്ന് പറയുന്ന ആംഗിളും DCQ എന്ന് പറയുന്ന ആംഗിളും പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെന്ന്. ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. മുന്നേ ഉള്ള സ്റ്റെപ്പില് PCR എന്ന് പറയുന്ന ആംഗിള് 100 ഡിഗ്രിയാന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ DCQവും 100 ഡിഗ്രി ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ആംഗിൾ DCQ ആയിരുന്നു. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ആംഗിൾ DCQ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.